കൂട്ടുകാരെ, കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? എന്നാൽ കഥ തുടങ്ങാം. ഒരു ഗ്രാമത്തിൽ കിട്ടുണ്ണി എന്നും രാമുണ്ണി എന്നും പേരായ പേർ താമസിച്ചിരുന്നു. കിട്ടുണ്ണിയും രാമുണ്ണിയും അയൽക്കാരുമായിരുന്നു. കിട്ടുണ്ണി ഒരു പാവത്താനായിരുന്നു. എന്നാൽ രാമുണ്ണിയാകട്ടെ അത്യാഗ്രഹിയും തികഞ്ഞ അസൂയക്കാരനുമായിരുന്നു. കിട്ടുണ്ണിയുടെ വീട്ടിൽ എന്നും കളിയും ചിരിയും വർത്തമാനങ്ങളുമായി വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നത്. ഇതൊക്കെ കണ്ട് അസൂയക്കാരനായ രാമുണ്ണിക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. രാമുണ്ണി എന്തു ചെയ്തെന്നോ? കിട്ടുണ്ണി ജോലി ചെയ്തിരുന്ന കളിമൺശാലയിലെത്തി അതിൻ്റെ ഉടമസ്ഥനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, കിട്ടുണ്ണിയും വീട്ടുകാരും മഹാചട്ടമ്പികളാണ്. വീട്ടിലാണെങ്കിൽ എന്നും അടിയും പിടിയുമാണ്. ഇങ്ങനെയുള്ള ഒരാളെ ജോലിക്ക് വെക്കുന്നത് അത്ര ശരിയല്ല. രാമുണ്ണി പറഞ്ഞത് വിശ്വസിച്ച് കിട്ടുണ്ണിയെ മുതലാളി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പാവം കിട്ടുണ്ണി മറ്റൊരു ജോലി അന്വേഷിച്ചെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. കിട്ടുണ്ണിയുടെ കുടുംബത്തിലെ കളിയും ചിരിയും എല്ലാം ഇല്ലാതായി. ഇത് കണ്ട് അസൂയക്കാരനായ രാമുണ്ണിക്ക് സന്തോഷമായി. കിട്ടുണ്ണിയുടെ വീട്ടിലാണെങ്കിലോ പട്ടിണിയുമായി. കിട്ടുണ്ണിയുടെ ഭാര്യ കുറച്ച് ചില്ലറ നാണയങ്ങളെടുത്ത് കിട്ടുണ്ണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൂടെ ഉള്ളൂ. ഇത് കൊണ്ടുപോയി ചന്തയിൽ നിന്നും വല്ലതും വാങ്ങി പിള്ളേർക്ക് കൊടുക്കണം. കിട്ടുണ്ണി വീട്ടിൽ നിന്നും ഒരു ചെറിയ മരപ്പാത്രവും എടുത്ത് ചന്തയിലേക്ക് പോയി. ആഹാരവും വാങ്ങി ചന്തയിൽ നിന്നും മടങ്ങി കിട്ടുണ്ണി കാലു തെറ്റി വീണുപോയി. പാത്രത്തിലുണ്ടായിരുന്ന എല്ലാം നഷ്ടമായി. ആഹാരമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ കിട്ടുണ്ണി നദിക്കരയിലേക്ക് നടന്നു. പോകുമ്പോൾ തൻ്റെ മരപ്പാത്രമെടുത്ത് തലയിൽ കമഴ്ത്തി. എന്തെങ്കിലും ഉപകാരമുണ്ടായാലോ? നദിക്കരയിലെത്തിയപ്പോൾ അവിടെ ഒരു ബോട്ട് യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൻ്റെ ഉടമസ്ഥന് ഒരു ജോലിക്കാരന് ആവശ്യമായിരുന്നുകൊണ്ട് കിട്ടുണ്ണിയെയും കൂടെ കൂട്ടി. കഷ്ടകാലം നോക്കണേ. ബോട്ട് നദിയുടെ ഒത്ത നടുക്കെത്തിയപ്പോൾ ഭയങ്കര കാറ്റും മഴയും വന്നു. യാത്രക്കാരെല്ലാവരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവസാനം ബോട്ട് തകർന്നു. എല്ലാവരും വെള്ളത്തിലുമായി. ഭാഗ്യം കൊണ്ട് കിട്ടുണ്ണി നീന്തി ഒരു കരയ്ക്കെത്തി. അതൊരു ദ്വീപായിരുന്നു. അവിടുത്തെ ആളുകൾ കിട്ടുണ്ണിയെ പിടിച്ചു കെട്ടി അവരുടെ രാജാവിന് മുന്നിൽ ഹാജരാക്കി. രാജാവിനെ കിട്ടുണ്ണിയുടെ തലയിലിരിക്കുന്ന മരപ്പാത്രം കണ്ട് അതിശയമായി. അങ്ങനെ ഒരെണ്ണം രാജാവ് ആദ്യമായി കാണുകയായിരുന്നു. നിങ്ങളുടെ തലയിലിരിക്കുന്ന സാധനം എന്താണ്? രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു. കിട്ടുണ്ണി സൂത്രത്തിൽ മറുപടി പറഞ്ഞു, ഇതൊരു അത്ഭുത വസ്തുവാണ് മഹാരാജാവേ. ഇത് അങ്ങേക്കിരിക്കട്ടെ. കിട്ടുണ്ണി മരപ്പാത്രം തലയിൽ നിന്നെടുത്ത് രാജാവിന് ആദരവോടെ സമ്മാനിച്ചു. രാജാവിന് വിശിഷ്ട വസ്തു കണ്ട് വളരെ സന്തോഷമായി. ഒരു കിഴി സ്വർണ്ണ നാണയം സമ്മാനമായി കൊടുത്ത് കിട്ടുണ്ണിക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടുകൾ രാജാവ് ചെയ്തു കൊടുത്തു. നാട്ടിൽ തിരിച്ചെത്തിയ കിട്ടുണ്ണിയുടെ ദാരിദ്ര്യമെല്ലാം മാറി. ആ വീട്ടിൽ കളിയും ചിരിയും തിരിച്ചെത്തി. ഇതുകണ്ട് കിട്ടുണ്ണിക്ക് നീതി വല്ലതും കിട്ടിക്കാണുമെന്ന് രാമുണ്ണിക്ക് സംശയമായി. അയാൾ കിട്ടുണ്ണിയെ സ്നേഹത്തിൽ സമീപിച്ച് നടന്നതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ദുരാഗ്രഹിയായ രാമുണ്ണിക്കും അതൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. രാമുണ്ണി കുറേ പലഹാരങ്ങളുമായി ബോട്ടിൽ ദ്വീപിലെ രാജാവിനെ കാണാൻ പുറപ്പെട്ടു. ദ്വീപിലെത്തിയപ്പോൾ രാമുണ്ണിയെയും ദ്വീപിലെ രാജാവിൻ്റെ കിങ്കരന്മാർ പിടിച്ചു കെട്ടി രാജാവിന് മുമ്പിൽ ഹാജരാക്കി. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? രാജാവ് ചോദിച്ചു. മഹാരാജാവേ, അങ്ങേ കാണാനുള്ള കൊതി കൊണ്ട് വന്നതാണ്. രാജാവിന് സന്തോഷമായിക്കൊള്ളട്ടെ എന്ന് കരുതി രാമുണ്ണി തട്ടിവിട്ടു. ഇതങ്ങേക്കുള്ള വിശേഷപ്പെട്ട പലഹാരങ്ങളാണ്. രാമുണ്ണി കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം രാജാവിന് സമ്മാനിച്ചു. രാജാവ് ഓരോന്നും എടുത്ത് രുചിയോടെ തിന്നുന്നത് രാമുണ്ണി നോക്കി നിന്നു. രാജാവിന് സന്തോഷമായാൽ സമ്മാനം എന്തായാലും തരും. സ്വർണമോ രത്നങ്ങളോ ആയിരിക്കും അത്. അങ്ങനെ കിട്ടുണ്ണിയേക്കാൾ പണക്കാരനാകാം. രാമുണ്ണി മനക്കണക്ക് കൂട്ടി. ഒടുവിൽ രാജാവ് പറഞ്ഞു, എല്ലാം ഉഗ്രൻ. പകരം ഈ ദ്വീപിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനമാണ് നിങ്ങൾക്ക് സമ്മാനമായി തരാൻ ഞാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ്
രാജാവ് മുമ്പ് കിട്ടുണ്ണി രാജാവിന് സമ്മാനമായി കൊടുത്ത ചെറിയ മരപ്പാത്രം ഗമയിൽ രാമുണ്ണിക്ക് സമ്മാനമായി കൊടുത്തു. മരപ്പാത്രം സമ്മാനമായി കിട്ടിയ രാമുണ്ണിയുടെ ബോധം പോയി. രാജാവ് കരുതിയത് സന്തോഷം കൊണ്ടാണെന്നാണ്. അങ്ങനെ അത്യാഗ്രഹിക്ക് കിട്ടേണ്ടത് കിട്ടി.